സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ്, അതും അല്ലെങ്കിൽ ആക്ടേഴ്സ്, അതും അല്ലെങ്കിൽ എന്താ പൊളിറ്റീഷ്യൻസ്, ഓക്കെ പബ്ലിക് ഫിഗർ, മൊത്തത്തിൽ അങ്ങനെ പറയാം. ഇവരാരായാലും ഇപ്പോ നമ്മളൊരു രീതി സെലക്ട് ചെയ്യണം. ഇപ്പൊ സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പോലത്തെ സാധനം. അപ്പോ ഞാൻ എന്റെ ശരീരം വെച്ചിട്ടാണ്, അല്ല എന്റെ ശരീരം ആണ് എന്റെ എന്താ പറയണ്ടേ, ഞാൻ അതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, എനിക്ക് ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ ശരീരത്തിന് അപ്പുറത്തോട്ട് പ്രത്യേകിച്ചൊന്നും എന്താ പറയാ ഇല്ല, ശരീരമാണ് മെയിൻ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ, അതിന് കൂടുന്നതും കുറയുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ സംബന്ധിച്ച്. അതിനകത്ത് ഈ പറഞ്ഞ പോലത്തെ എന്താ പറയാ മറ്റേ ബോഡി ഷേമിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ വരും. ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരവർക്ക് തന്നെ തോന്നിയിരിക്കുന്നവരാണ്, അവരെന്തെങ്കിലും ചെറിയ കാര്യം കാണുമ്പോൾ അങ്ങ് ട്രിഗർ ആവുന്നതേ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇത് ബാധിക്കത്തില്ല. എല്ലാ തടിയനും തടിയനല്ല, എല്ലാ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നവനും അത്ര മെലിഞ്ഞവരുമല്ല. ഈ കറുപ്പും വെളുപ്പും തടിയും ജാതിയും ഒക്കെ സ്വന്തം തോന്നണം, അല്ലാതെ വേറെ തോന്നിപ്പിക്കാൻ വരുന്നൊരു കാര്യമല്ല ഇത്. പിന്നെ അത് ഓക്കെ, ഒരാളെ വന്ന് വെറുതെ ഉപദ്രവിക്കരുത് എന്നുള്ളതൊരു മാന്യതയാണ്. അങ്ങനെ ഒരാളെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരുത്തും കളിയാക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ആ കളിയാക്കാൻ വരുന്നതിന് അതിൽ കൂടുതൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ കാണിക്കുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതാണ് ഈ പറഞ്ഞ മാനസികാവസ്ഥ. ഇതിന്റെയൊക്കെ മൊത്തത്തിലെടുത്തതിന് ഇത് കൊടുക്കുന്നവരും മേടിക്കുന്നതിനും ഒരേ ടൈപ്പ് ആൾക്കാരാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം. പക്ഷെ മറ്റു തരം ആൾക്കാരുടെ ഇതൊന്നും അത്ര പ്രശ്നമില്ലാത്ത. ഇപ്പൊ എന്നെ ഹാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ആ വീക്ക് പോയിന്റ് മനസ്സിലാവണം. അല്ലാതെ ഒരിക്കലും കയറി ഇപ്പൊ ഞാൻ മെലിഞ്ഞ കറുത്താന്ന് പറഞ്ഞ എന്റെ മോണ കറുത്തിരിക്കുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പൊ ഈ ബോഡി ഷേമിങ് വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ഇങ്ങനെ ഒബ്ജക്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ ശരീരത്തെയാണ് ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നത്. അപ്പോ അങ്ങനെ തീരുമാനം എടുത്ത് കുറെ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നേ. അത് ഹൺറോസ് മാത്രമല്ല. ഹൺറോസും അയാള് സംസാരിച്ചുണ്ടാക്കിയെടുത്ത ഫെയിമോ ഒന്നും അല്ല ഇത്. ഇയാൾ ഒരുതരം വേഷം കെട്ടി വരുന്നു. അയാളുടെ ഗ്ലാമർ, അയാളുടെ സ്കിൻ ടോൺ, അയാളുടെ ഫിഗർ, ഇതൊക്കെ കാണത്തക്ക രീതിയിലല്ല നല്ല വേറെ രീതിയിൽ വസ്ത്രം ധരിച്ച് അവരങ്ങനത്തെ ഒരു ഏരിയ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അവരെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ എന്താ പറയാ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതാ അവരായിട്ട് തീരുമാനിച്ച് അവരായിട്ട് അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തി. അത് എങ്ങനെ വരുത്തി എന്നുള്ളത് എനിക്കറിയത്തില്ല. പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയാ ഇപ്പൊ നമ്മുടെ ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണോ, അതോ എന്തെങ്കിലും പാഡ് വെച്ചേക്കുവാണോ എന്നൊക്കെ പറഞ്ഞ സംശയങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ഡിസ്കഷൻസ് ഒക്കെ നടക്കും. അപ്പൊ അവരുടെ ശരീരഭാഗങ്ങൾ ഇപ്പൊ ബോട്ടോക്സ് ചെയ്ത പോലെ ഉള്ളത്, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ നടന്മാരും നടികളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ. മുഖത്ത് ചെയ്യും, ബ്രസ്റ്റേ ചെയ്യും, വയറെ ചെയ്യും. വയറിനകത്തൊക്കെ ഈ ലിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ ഫാറ്റ് ഒക്കെ എടുത്തു കളഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് മസിലൊക്കെ വലിച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വയറൊക്കെ നല്ല ഷേപ്പിലാവും. ഇത് ചെയ്തിട്ടുള്ള നടികളെ ഉള്ളു ഇവിടെ എല്ലാവരും. ഇപ്പൊ മഞ്ജു വാര്യറാണേലും ഫേസിൽ എന്തൊക്കെയോ പ്ലാസ്റ്റിക് സർജറി പോലെ, അതുപോലെ നയൻതാര, ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വളരെ കോമൺ സംഭവമാണ്. ഇത് വലിയ സംഭവം ഒന്നും അല്ല. ഈ നാട്ടിലെ ഉള്ള ഇത് കാണുമ്പോൾ ഉള്ള ഈ ഭയങ്കര ബുദ്ധിമുട്ടുകളുള്ളത്. അപ്പോ ഈ പറഞ്ഞ ആളെ പറ്റി രണ്ട് രീതിയിലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നെങ്കിൽ ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും പാഡോ അങ്ങനത്തെ വല്ല സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടായിരിക്കാം ഇവരുടെ ഈ ശരീരത്തിന്റെ ഷേപ്പ് മാറ്റിയിരിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് സർജറി വല്ലതും ചെയ്തിട്ടുണ്ടോ, അതോ ഇനി മറ്റേ എന്താ പറയുക ഈ കളർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിടയ്ക്ക് അഖിൽമാരാർ പോയി ചെയ്ത സാധനം. അഖിൽമാരൊക്കെ വെളുക്കാൻ നടന്ന ആൾക്കാരാണ് അപ്പോഴാണ് അറിഞ്ഞത്. അതിന്റെ പേരെന്താന്നു സാധനം മറന്നുപോയി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. കളറൊക്കെ പ്രശ്നമാണ്, കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതെല്ലാം ചെയ്യുന്നവര് അവരെ പറ്റി ഇതുപോലത്തെ കമന്റ്സ് വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ ഇവിടെ ആദ്യം ഒരാളും ഇല്ലാത്ത സമയത്ത്, ഇവിടെ ഒത്തിരി യൂട്യൂബറും ഇല്ല, വ്ളോഗറും ഇല്ല, ഒരു പഴം ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഈ തെറി വിളിയുടെ കേന്ദ്രമാണ് എന്റെ പേജ്. പക്ഷെ എനിക്കറിയാം ഞാൻ ഈ പറയുന്നതിന് ഇങ്ങനെ റിയാക്ഷൻ ഉണ്ടാകും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിനൊന്നും നിയമ നടപടിക്കൊന്നും പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നേ. ഈ ഇവന്മാരെയൊക്കെ പോക്കിയിട്ട് എന്ത് ചെയ്യാനാ ഈ ബോധം വിളില്ലാതെ. ഇവിടെ പിന്നെ നടിമാര് പറയുമ്പോൾ പോലീസുകാർ ഇതിന് മുമ്പും ഇതുപോലെ ആക്ട് ചെയ്തിട്ടുണ്ടായത്. പാർവതി ആയിട്ട് പറഞ്ഞപ്പോൾ ഒരു പയ്യനെ രാത്രി പൊക്കുന്നു, അത് രാവിലെ എന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സീനൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഹണിറോസിന്റെ കേസ് വരുമ്പോൾ അതുപോലെ കുറെ കമന്റ് ഇട്ടവരെയൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ ബോച്ച ഇങ്ങനെ നിരന്തരമായിട്ട് ഹണിറോസിനെ മാത്രമല്ല വന്ന് ഏത് പെണ്ണ് അടുത്ത് നിന്നാലും കൊണവർത്താനം പറയുന്ന ഒരു പ്രത്യേകതരം ഞരമ്പാണ് പുള്ളി. ഞരമ്പെന്നല്ല പറയണ്ടേ, ഇതൊക്കെ മാർക്കറ്റിങ്ങിന് പുള്ളി യൂസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ അയാള് ഈ പറഞ്ഞ തൊട്ടപ്പുറത്തേക്കുന്ന ആളെ ബൂസ്റ്റ് ചെയ്യുന്ന കാണുന്നത് ഏത് ഈ ഒബ്ജക്ടിഫൈഡ് ആയിട്ട് ഉള്ള ഒരാളെ ഈ പറഞ്ഞ പോലെ വരുമ്പോൾ ബോച്ച എന്ത് ചെയ്യും? ബോച്ചയുടെ ഈ പറഞ്ഞ കല പുറത്തെടുക്കും. എന്നിട്ട് അപ്പുറത്തേക്കുള്ള നിൽക്കുന്ന ആളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പൊ കൂടുതൽ പേര് സംസാരിക്കണം. ഇതൊക്കെ കൂടുതൽ റീച്ച് കിട്ടുന്ന സംഭവം ആയതുകൊണ്ട് അത് എങ്ങനെ റീച്ച് ആക്കാനേ ഇങ്ങനെയുള്ള ഒരു നോക്കത്തുള്ളൂ. അപ്പോ ബോച്ചയുടെ പരിപാടി എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമല്ല. കഴിഞ്ഞിടയ്ക്ക് ഒരു കൊച്ചിനെ കയറി ആവശ്യം പറയുന്നുണ്ടായിരുന്നു. അതിന് ഞാനും കുറെയൊക്കെ പറഞ്ഞു.
പിന്നെ ഹൺറോസിനെ പോലത്തെ ആൾക്കാർ ഇപ്പൊ മറ്റേ കൊച്ചാണെങ്കിലും അങ്ങനെ തന്നെയാ. ആ കൊച്ച് വീഡിയോ ഇടുന്നത് നല്ല തെറിയൊക്കെ പറഞ്ഞ് കൂതറ വർത്തനൊക്കെ പറഞ്ഞ കൊച്ചിനോടാ പുള്ളി ഇത് പറയുന്നത്. പക്ഷെ എന്നാ പോലും ഇയാള് പറയുമ്പോ അതിന്റെ രീതി അങ്ങ് പറയും. മറ്റേ കൊച്ചുങ്ങളൊന്നും അങ്ങനെ പേഴ്സണലി ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഹൺറോസും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഹൺറോസ് അവരുടെ കാര്യം നോക്കുന്നു, അവരവരുടെ വേഷം ധരിക്കുന്നു, അവര് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഹൺറോസ് എന്ന് പറഞ്ഞ ആള് പൊതു ആളുകൾ, അതായത് പൊതുജനം, ഇവര് ചെന്നിട്ട് ഈ ഇത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ള ഈ നാട്ടില് ഇത്തരം ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർ ചിലപ്പോൾ ഇത്രയും കമന്റുകൾ അടിക്കും. എല്ലായിടയിലും മൊബൈലുണ്ട്, ഈ മൊബൈൽ ഇന്ന് ഇല്ലാത്ത ആൾക്കാരില്ല. അപ്പൊ അങ്ങനത്തെ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ കൂടി എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അവര് അതിനകത്ത് അങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. കമന്റ് വായിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്ര നാളായിട്ട് കമന്റ് വായിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, വായിക്കാറില്ല. പൊതുവെ വായന കുറവാണ്. ഈ പറഞ്ഞ കമന്റ്സ് ഒക്കെ നോക്കിയിരിക്കാൻ ഒരുപാട് സമയം പോകുന്ന പരിപാടിയാണ്. ഞാൻ പോസ്റ്റ് ഇടുന്നു പോകുന്നു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞുണ്ടോ വീഡിയോക്ക് റിപ്ലൈ ചെയ്യട്ടെ. അല്ലാതെ കമന്റ് വന്നിടുന്നവർ കമന്റ് അടിച്ചവിടെ ഇരുന്നോളൂ. ഞാൻ നോക്കാറില്ല, ഉള്ള ആരും പറയില്ല. എനിക്കിത് കണ്ടിട്ട് ഇന്നവരൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഇതിൽ ആദ്യ കാലത്തേക്ക് ഇവിടെ ഒരാളും ഇല്ല, ഈ തെറി മൊത്തം ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കണം. എന്നിട്ട് എല്ലാവരും കൂടെ വരും, വിളിക്കാൻ വരും, വീട്ടിൽ വന്ന് സംസാരിക്കും. അത് നാട്ടുകാർ എല്ലാവരും ഇടപെടുന്ന ഒരു കാലം ഉണ്ടാകും. 2013-14 ആരും വീഡിയോ ഇടുന്നില്ല. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്തുവാ, ഇവിടെ ആരെങ്കിലും പറയാത്ത കാര്യങ്ങൾ മൊത്തം പറയുകയും ചെയ്യും. എന്നിട്ട് ഇവരെല്ലാം കൂടെ പല സൈഡിൽ നിന്ന് ആക്രമിക്കാൻ വരുന്നു, കൊല്ലാൻ വരുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ഞാൻ ഇതുവരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. വധഭീഷണി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വന്നിട്ട് പോലും ഞാൻ പരാതി കൊടുക്കാൻ പോയിട്ടില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ഓൺലൈനിൽ കാണുന്ന കാര്യങ്ങൾ പലതും ഫേക്ക് ആണ്. ആൾക്കാർ വെറുതെ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പലതും പറയും. അങ്ങനെയൊക്കെയാ കൂടുതലും. നമുക്ക് നേരിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും മാത്രം ഇതിനെ ഈ പോലീസ് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് മാറ്റിയാൽ മതി. അപ്പൊ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതായത് ബാലെ പോലെ ഒരാൾ വീട്ടിൽ വന്ന് കയറി തോക്ക് കാണിച്ചു എന്നൊക്കെ പറയുന്ന ഇൻസിഡന്റിലാണ് ഞാൻ കേസ് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെ ഇരുന്ന ആൾക്കാർ തെറി പറയുന്നുണ്ട്, പലതരം വീഡിയോ ഇടുന്നുണ്ട്, വീട്ടിൽ വന്നിട്ട് പോകുന്നുണ്ട്, വീടിന്റെ വീഡിയോ എടുത്തിട്ടവനെതിരെ ഞാൻ കേസ് കൊടുത്തില്ല, പക്ഷെ അവൻ കേസ് കൊടുക്കുന്നുണ്ട്, അവനെ പറഞ്ഞെന്നും പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ തെണ്ടിത്തരൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒത്തിരി. അത് അത്രയും ആൾക്കാരാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളെന്നാണ് അവർ മനസ്സിലാക്കിയേക്കുന്നത്. അല്ലാതെ വേറെ നിവർത്തിയൊന്നും കാണത്തില്ല. ഇതൊക്കെ അതുപോലത്തെ ആളുകളാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, അവരെ കൊണ്ട് പറ്റുന്ന പോലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഹൺറോസിന്റെ കേസ് വെച്ച് നോക്കിയാൽ കമന്റ്സ് വായിക്കരുത്, ഒരു കാരണവശാലും കമന്റ്സ് വായിക്കരുത്. കാരണം നമ്മളാ തീരുമാനിച്ചേക്കുന്നത് എന്തോ ചെയ്യണമെന്ന്. ഇപ്പൊ എന്റെ കേസിലെടുത്ത് ഞാൻ പറയാം, എന്നെ പറ്റി എന്നെ ഒത്തിരി പെമ്പിള്ളേരും ആമ്പിള്ളേരൊക്കെ വിളിക്കുന്നുണ്ട്. ഈ വ്ളോഗ് ചെയ്തവര്, ഈ പല ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ചേട്ടാ ആദ്യമൊക്കെ അവരാരാണ്ട് തെറി വിളിച്ചപ്പോ പെങ്കൊച്ചിങ്ങനെ ഇരുന്ന് ഓർത്തെന്ന്, ഇയാളെ എന്തോ ഒരു ആൾക്കാരെ എന്തെല്ലാം പറയുന്നത്, എന്നിട്ട് ആള് മൈൻഡ് ചെയ്യാതെ കൊണ്ടേയിരിക്കുന്നു, അതേ പരിപാടി തുടരുകയും ചെയ്യുന്നു. എന്നോട് ചോദിച്ചാൽ എങ്ങനെയായിട്ട് ഇത് പറ്റുന്നത്? ഞാൻ കമന്റ്സ് വായന അങ്ങ് നിർത്തിക്കോ. അപ്പൊ ഈ പെമ്പിള്ളേർക്ക് ഏറ്റവും നല്ല അതാ, നമ്മൾ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യം 100% ഉറപ്പാണെങ്കിൽ പിന്നെ ഈ സാധനം നോക്കരുത്. ഞാൻ അണിറോസിനോട് പേഴ്സണലി പറയുവാണ്, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, നിങ്ങൾ ഈ രീതിയിലാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. അറിയാതെ ഒന്നും സംഭവിച്ചായിരിക്കത്തില്ല, പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്ലസ് ആൻഡ് മൈനസ് ഉണ്ടല്ലോ, എന്തിനും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നതിനെ ഡീൽ ചെയ്യേണ്ടത് പേഴ്സണലി നമ്മൾ ഇതിനെ എടുക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് മാറത്തില്ല. ഇത് ഇങ്ങനെ കേട്ടിട്ട് തനിക്ക് ഈ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നി അതവിടെ കിടക്കുക. അതിന് ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് ഒക്കെ ആവശ്യം വരും. കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിംഗ് ചെയ്യണം, അല്ലാതെ അത് വെച്ചോണ്ടിരിക്കരുത്. കാരണം വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരാളെ പോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം പലതുണ്ടാവും, എനിക്കറിയത്തില്ല, മൊത്തം കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇതാണ് കാര്യം, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പലരും എന്തോ പറഞ്ഞപ്പോൾ വിഷമം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഡെസ്പറേഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമന്റ് വായന നിർത്തണം. ആൾക്കാർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമില്ല. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് അല്ലല്ലോ, അല്ലേ? നാട്ടുകാർ പറയുന്നതായിട്ട് ജീവിക്കാൻ ഇവിടെ പറ്റത്തില്ല. ഇപ്പൊ നാട്ടുകാർ എന്ത് പറയും, അല്ലെ അപ്പുറത്തിരിക്കുന്നവർ എന്ത് പറയുന്നു എന്ന് നോക്കുന്നത് ഒരു വലിയ മണ്ടത്തരവാ. അതിന് നിൽക്കരുത്, അതങ്ങ് ഉപേക്ഷിക്കുക. അല്ലെ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചേക്ക്. എന്തിന് പിന്നെ എൻഗേജ്മെന്റ് കൂടിയാലല്ലേ? അതുമല്ല, ഇവരുടെ പേജിലല്ല ഇത് വരുന്നത്. ഇത് പലതും പല ചാനലുകാരും പുറകെ കൂടെ ആണെന്ന് വീഡിയോ എടുത്തിടുക. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ഹണിറോസ് വരുമ്പോൾ ഹണിറോസിന്റെ തല കാണാൻ പറ്റത്തില്ല ചിലവന്മാർ വീഡിയോ എടുത്താൽ, പുറകിന്ന് എടുക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന നിലയ്ക്ക് അവർക്ക് ഇങ്ങനെ കാണിച്ചാൽ ആ വീഡിയോ ഒരുപാട് റീച്ചിലേക്ക് പോകും. അപ്പൊ അവരത് തന്നെ ചെയ്യും. ഈ ആറാട്ടന് സംഭവിക്കുന്ന കാര്യം തന്നെ. ആറാട്ടന് ഹണിറോസ് ഒന്നും അത്ര വ്യത്യസ്തരൊന്നും അല്ല. ആറാട്ടനാണല്ലോ ഇങ്ങനെ എന്ന് ഓരോരുത്തന്മാരെ ഇളക്കി വിട്ട് ഓരോന്ന് പറയിച്ച് അവസാനം അയാളെ നാട്ടുകാർ മൊത്തം തെറി വിളിപ്പിച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അലിൻ ജോസ് ആണേലും ഇവരെല്ലാം ഒരേ ടൈപ്പ് ആൾക്കാർ തന്നെ. അതിനകത്ത് ഞാൻ പിന്നെ വ്യത്യസ്തനാ, എനിക്കറിയാം. കാരണം ഞാൻ എന്റെ കംപ്ലൈന്റ് പറയാറില്ല. എപ്പോഴും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അയ്യോ എന്നെ കമന്റ് അടിച്ച് ഇന്നേ വരെ സംഭവിച്ചില്ല. എന്തോരം തെറിയ ഫോൺ വിളിച്ച് തെറി പറഞ്ഞവരോട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സംസാരിച്ച് അവൻ തെറിയോട് തെറി വിളിച്ചോണ്ടേയിരിക്കും. നിർത്തുന്നില്ല. അവസാനം അവന് മതിയായി, അവൻ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. അപ്പൊ നിർത്തി പോയിട്ട് അവനത് റെക്കോർഡിംഗ് എല്ലാം കൂടെ ഇട്ടിട്ട് മാസ് കാണിച്ചു. അതും കാണുന്നുണ്ട്. അതൊക്കെ അവരുടെ തന്നെ നാണക്കേടാ ശരിക്കും. അത് അവർക്ക് ഈ വിളിച്ചവർ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തിരിച്ചറിയാൻ ബുദ്ധിയില്ലാത്തവർ ഇതൊക്കെ ചെയ്യുന്ന ഒന്നാമത്. ഈ തെറി മാത്രം വിളിച്ച് നടക്കുന്നവര് എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനത്തെ ആളുകൾ. അവരെവിടെയാണ് നിൽക്കുന്നതെന്നും അവർ ഏത് നിലവാരമുള്ളവരാണെന്നും എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ട് ഞാൻ അവരെ അങ്ങനെ മനസ്സിലാക്കും. അതേസമയം ഇവർക്കൊന്നും ഇത് മനസ്സിലാവുന്നില്ലേ? പക്ഷെ
ഞാൻ പറഞ്ഞ ബോച്ചയുടെ കേസിലല്ല, അല്ലാത്ത കമന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബോച്ചയെ പോലത്തെ ഒരാള് പബ്ലിക്കിൽ വന്ന് വീഡിയോയിൽ തന്നെ പറഞ്ഞ് അപ്പൊ നേർക്ക് നിന്ന് സ്റ്റേജിൽ നിർത്തി കറക്കുക, ഇതൊക്കെ കാണിക്കാൻ അങ്ങനെ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഹണിറോസിനെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം. ഈ ഹണിറോസിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ, ആറാട്ടന്റെ ഒരു പ്രാവശ്യം എനിക്കത് ഷെണായിസിൽ എവിടെ വെച്ചാന്ന് തോന്നുന്നു കൈ കൊടുക്കാൻ എഴുന്നേറ്റ് നിന്ന് ഷെയ്ഖ് ഹാൻഡ് കൊടുത്തൊരു സീനുണ്ട്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. ആ പുള്ളിക്കാരി അത്ര മര്യാദയ്ക്കാണ് ഇവിടുന്ന്, ഡീസൻസി നല്ലപോലെ ഉണ്ട്, ക്യാരക്ടർ നല്ലതാ. എന്തുവേണേ കാണിച്ചു, അത് നമ്മുടെ പ്രശ്നമല്ല. ഇപ്പൊ ആരാണേലും അവരവരുടെ ജീവിത രീതി അവരവര്. പക്ഷെ ഉണ്ടല്ലോ ഈ കാര്യത്തില് വേറെ ഒരാളും ആറാട്ടനെ ചെന്നപ്പോ എഴുന്നേറ്റ് നിന്ന് ഷെയ്ഖ് ഹാൻഡ് കൊടുത്ത ആള്, അതിൽ റെസ്പെക്ട് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് എപ്പോഴും അതൊരു ക്വാളിറ്റിയാണ്, അങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ അവർക്കുണ്ട്. പിന്നെ എന്തിനാ ഈ ഇവന്മാര് പറയുന്നത് കേൾക്കുന്നത്? ഈ നാറികൾ, പ്രത്യേകിച്ച് ഇത്തരം നാറി ഉളുപ്പില്ലാത്തവന്മാര് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ തീരുമാനിച്ച കാര്യം എന്താണ്, നമ്മുടെ കാര്യങ്ങൾ നടത്തണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട്, ഇവിടെ പലർക്കും ഈ പ്രശ്നം ഉണ്ടെന്ന് കമന്റ് വായിച്ചിട്ട്, ഇത് നേരത്തെ വേറെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോഴും അവർക്കും പ്രശ്നം കമന്റ്സ് ആണ്. എന്തിനാ കമന്റ് നോക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവർ ഇതിനകത്താണ്, നിങ്ങൾക്ക് ഇതിനകത്താണോ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ചുറ്റുപാടൊരു ജീവിതം ഇല്ലേ? സുഹൃത്തുക്കളില്ലേ? ബന്ധുക്കളില്ലേ? കാമുകനും കാമുകയും ഒന്നും ഇല്ലേ? സ്നേഹിക്കാൻ ആളില്ലേ? അല്ല അറിയാൻ മേലോട് ചോദിക്കുക. ഈ പറഞ്ഞവന്മാരെയാണോ ശ്രദ്ധിക്കുന്നത്? ഇവര് പറയുന്നതാണോ നമ്മൾ കേൾക്കണ്ടേ? നമ്മുടെ ചുറ്റുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവരാരെങ്കിലും ഇങ്ങനെ പറയുന്നത്. ഇനി അവന്മാർ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കത്തില്ല, അത് വേറെ കാര്യം. അല്ല ഞാൻ പറയാ, അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇവന്മാർ അങ്ങനെ പലതും കാണിക്കും, പല കേസിലൊക്കെ പ്രതിയായിരിക്കും. പക്ഷെ നമ്മുടെ ചുറ്റുപാടിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാനായിട്ട് ചെയ്യുന്ന ഇതൊക്കെ, അല്ലാതെ വേറൊരാൾ എന്നെ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന വീഡിയോ ഒന്നും ഇടില്ല. ഹണിറോസിനെ അങ്ങനെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമ്മയാണ് ഇങ്ങനത്തെ വേഷം ഇടിച്ചെന്നൊക്കെ എൻ്റെ ഇടയ്ക്ക് ഒരു കമന്റ് പറഞ്ഞിട്ട് അന്ന് എനിക്കൊരു സംശയം തോന്നി, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാം, ഈ ഹണിറോസ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല, ഒരു പാവ സ്ത്രീ എന്ന് പറയാൻ പാടില്ലല്ലേ, ഒരു കുട്ടി, ഒരു നല്ല പെണ്ണ, അതങ്ങനെ വരത്തുള്ളൂ. എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇനി ഇവരെ പറ്റി അപരാധവും പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരും എന്നുള്ള തരത്തിൽ യാതൊരു സംശയം വേണ്ട, പല സാധനവും കയറി വരും. പക്ഷേ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുമല്ലാതെ വേറൊരു ഓപ്ഷൻ ഇവിടെ ആർക്കും ഇല്ല. എനിക്ക് പക്ഷേ സൈബർ ബുള്ളി എന്ന് പറഞ്ഞ പരിപാടിയോടും ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞ് മോങ്ങുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ല. കാരണം ഞാൻ തന്നെ ഫിറ്റ് ചെയ്തെടുത്ത ഇമേജ് വേറൊരാൾ വന്ന് അത് മോശമാണെന്ന് പറയുമ്പോൾ അത് മോശമാണെന്ന് തോന്നുന്നത്, അത് ശരിക്കും എന്നോട് ഞാനെടുത്ത തീരുമാനം തെറ്റായതുകൊണ്ട് മോശമായി പോയതാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണെങ്കിൽ ഇനി ആ വേഷത്തിൽ തുടരാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇവിടെ പലരും പല കാര്യം എന്നെ പറ്റി പറയുമ്പോഴും ഇവരൊക്കെ എതിർത്തുകൊണ്ട് ഒരു രാജ്യം മുഴുവൻ എതിർക്കുന്ന പരിപാടിയൊക്കെ നടത്തുമ്പോഴും ഞാൻ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. കാരണം എനിക്കറിയാം ഞാൻ എന്താ പറഞ്ഞതെന്ന്, അല്ല ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്ക് നല്ല ഉറപ്പാ, അതിനകത്തൊരു തെറ്റുമില്ല. പിന്നെ ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നതോ അല്ലെ ഒരു വാക്ക് ഉപയോഗിച്ചത് കൊണ്ടോ ഈ പറഞ്ഞ കാര്യം തെറ്റത്തൊന്നുമില്ല. മനസ്സിലായി? അത് ലോകത്തെവിടെ ഒന്നും പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പറയത്തുള്ളൂ. ലോകത്തിന്റെ ഏത് മൂലയ്ക്കൊന്നും പറയാൻ പറ്റുമോ? അതാണ് ഈ പറയുന്ന രീതിയുടെ ഒരു വ്യത്യാസം. നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്താ പറയാ, ഒരു ന്യായം ഇല്ലാതെ സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുന്നു, ഞാൻ എന്റെ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നുള്ളൂ. പിന്നെ ഈ കള്ളത്തിലൂടായിപ്പോയിട്ട് നടക്കുന്ന ഈ തെണ്ടികളെയൊക്കെ നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്കല്ലെങ്കിൽ ഈ ബോച്ചയെ പോലത്തെ ആൾക്കാരൊന്നും എനിക്ക് താല്പര്യമില്ല പണ്ടേ. ഇങ്ങനെ ഇത് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ, വേറെ ഒരു ചുക്കിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ പോലത്തെ ഒരാള്. എന്താ ഇയാൾ ആര് വന്നാലും ഉടനെ കുറച്ച് നമ്പർ ഒരുമാതിരി അളിഞ്ഞ കോമഡി താറ ലെവൽ സാധനം അടിച്ചോണ്ട് ഇങ്ങനെ നടക്കുക. ഒരു 3 പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, തുറന്നും അത്യാവശ്യം നല്ലപോലെ എല്ലാവർക്കും മനസ്സിലായത് വീഡിയോ ഉണ്ട്. വീഡിയോയുടെ ലിങ്ക് വേണേൽ കമന്റിൽ ഇട്ട് തരാം, അത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറയുന്നതേ, ഇത് പുറത്തുനിന്ന് ഒരാൾ ചെയ്യുന്ന പരിപാടി അല്ല കേട്ടോ. ഈ അവഹേളനം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ, ഏതൊരു മനുഷ്യനും നിങ്ങളെ ആരെങ്കിലും അവമാനിക്കുന്നുണ്ടോ അവഹേളിക്കുന്നുണ്ടോ തോന്നിക്കഴിഞ്ഞാൽ അത് പുറത്ത് ആ ആളുടെ പ്രത്യേകതയോ കഴിവോ ഗുണമോ അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യത്തിലെ വാസ്തവോ ഒന്നുമല്ല. അത് നമ്മൾ തീരുമാനിക്കുന്ന. ഞാൻ റെഡിയായി ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് അവിടെ എന്തെങ്കിലും നടക്കും. നിങ്ങളെ തന്നെ അളക്കുന്ന പോലെ ഇരിക്കും ഇതൊക്കെ, നിങ്ങളെ മനസ്സിലാക്കുന്ന പോലെ ഇരിക്കും. അല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് 100% ഉറപ്പാണ്. നമ്മൾ ഡെസ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വേറൊരാൾ വന്ന് എന്തെങ്കിലും സാഡ് ബീജിയം ഇട്ടാൽ ചിലപ്പോൾ കരച്ചിൽ വരും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ സാഡ് ബീജിയം ഓടിയാൽ നമ്മൾ കേൾക്കത്തേയില്ല, അറിയത്തോലും ഇല്ല. ചിലർ മറ്റുള്ളവർ വിഷമം പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പലർക്കും. അപ്പോഴാണ് ഇവിടെ സ്വന്തമായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കും, മനസ്സിലായോ? അതുകൊണ്ട് അതിനകത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എല്ലാവരും പറയും, ആറാട്ടനുണ്ട് ഈ അസുഖം. കമന്റ് വായിച്ചിട്ടിരുന്നുകൊണ്ട് ഗുണവർത്താനം പറയും. കമന്റിൽ അങ്ങനെ പറഞ്ഞു, കമന്റുകാർ അങ്ങനെ ചെയ്തു, എന്നെ നോക്കി ചിരിച്ചു, എന്നെ കളിയാക്കി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലുലുമോളിലൊക്കെ വന്നിട്ട് ആളുകൾ കളിയാക്കി ചിരിച്ചു. അവരോട് വടക്കിടാൻ ചെല്ലും, നീ എന്തിനാ അങ്ങനെ ചിരിച്ചു, നീ എന്തിനാ എന്നെ കളിയാക്കിയത്, എന്തിനാ നോക്കേണ്ട കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോക്കകത്തോണ്ട് ഇങ്ങനെ ഒരു സംഭവം, ഇവര് ഈ ആറാട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സംഭവം ഞാൻ സംസാരിക്കുന്നുണ്ട്, ആറാട്ടനോട് പറയുന്നുണ്ട്, അത് നോക്കണ്ട, അവരങ്ങനെ കാണിച്ചിട്ട് പോട്ടെ, അത് അവരുടെ കാര്യം, നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ചിലപ്പോൾ കൂടെ സെൽഫി എടുത്തേക്കുന്നത് പോസ്റ്റ് ഇട്ടിട്ട് ഈ വട്ടറെ കണ്ടു എന്ന് പറയാനൊക്കെ ആയിരിക്കാം. അത് നമ്മൾ അറിയേണ്ട വിഷയമേ അല്ല. അത് അവൻ അങ്ങനെ പറഞ്ഞ് നടന്നോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? നോക്കേണ്ട കാര്യമില്ല ഒന്നും. ഇപ്പൊ എന്നോട് ഒന്ന് സെൽഫി എടുത്തവന്മാരൊക്കെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. പിന്നെ നമ്മളെ നോക്കി ഒരാൾ ഇങ്ങനെ കാണിച്ചു, അതിനിപ്പോ എന്താണെന്ന് കാണിച്ചിട്ട് പോകും. അവനെ നമ്മൾ ഇങ്ങനെ കാണിക്കും. അവൻ ഒരു കറിയ നോക്കിയെങ്കിൽ ഞാൻ 2 കറിയും നോക്കി കാണിക്കും. ഹണിറോസ് എന്തിനാണോ ഇതൊക്കെ? അങ്ങനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇത് ഓക്കെ, ആക്ഷൻ എടുക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അവർ പറയണം. അവർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ചിലപ്പോൾ ഇങ്ങനെയുള്ള നടപടികൾ എടുക്കേണ്ടി വരും. പിന്നെ ഇത് നമ്മൾ പേഴ്സണൽ എടുക്കരുത്, മനസ്സിലാവുന്നുണ്ടോ?
അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. പക്ഷെ സ്വയം എന്താ പറയാ തോന്നരുത് ഈ എടുത്ത തീരുമാനം തെറ്റായി. ഇപ്പൊ ഹണി റോസിനെ വിട്ടേക്കാം, നമുക്ക് സണ്ണി ലിയോണിയെ പിടിക്കാം. സണ്ണി ലിയോണെ അങ്ങനെ തോന്നിപ്പോയുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. അവരുടെ ജീവിതം ഭയങ്കര മോശമായിരുന്നു, അവര് സെലക്ട് ചെയ്ത് അവരുടെ പാത ശരിയല്ലായിരുന്നു, അവരങ്ങനെ തീരുമാനം എടുത്ത തെറ്റാന്നൊക്കെ പറഞ്ഞ റിഗ്രറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിച്ചു തുടങ്ങി അവർക്ക് ജീവിക്കാൻ പറ്റുമോ? എല്ലാത്തിനും അങ്ങനെ തോന്നേണ്ട ആവശ്യം എന്തോ. പിന്നെ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയൊക്കെ ഹണി റോസിന് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ അഭിമാനിക്കാം. ഒരു സാധാരണക്കാരിയായ ചെറുപ്പക്കാരിയോ അല്ലെ സാധാരണക്കാരനായ ചെറുപ്പക്കാരനോ മധ്യവയസ്കനോ വൃദ്ധനോ എന്തെങ്കിലും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും പലതരം കംപ്ലൈന്റുകൾ കൊടുത്താൽ ഈ പോലീസുകാർ ഇങ്ങനൊന്നും ചെയ്യാറില്ല. എന്റെ കേസ് തന്നെ എടുക്കാം. ഭവനവേദനം, വധശ്രമം ഇല്ല സോറി വധഭീഷണി, ഒരു തോക്ക്. അന്ന് തന്നെ അറസ്റ്റ് ചെയ്യേണ്ട കേസിന് അനങ്ങാതിരുന്നു. കാശ് മേടിച്ചായിരിക്കും, എങ്ങനെയാണേലും കൈക്കൂലി മേടിച്ചിട്ട് ചിലർ അങ്ങനെ മാറുമല്ലോ, അവർക്ക് തോന്നുമല്ലോ പിടിക്കണ്ടെന്നൊക്കെ. അങ്ങനെ തോന്നിയ കേസൊക്കെ ഉണ്ട്. അത് നല്ല വാർത്തയിലെല്ലാം കിടപ്പുണ്ട്. ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ മീഡിയക്കാരോട് പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലും ഇരുന്ന് പറയുന്നുണ്ട് തോക്കെന്നല്ല ഒന്നും നമ്മൾ പറഞ്ഞില്ല. നമുക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തോക്കായിരുന്നു. അത് അന്വേഷിച്ചില്ല, ഒന്നുമില്ല. ലാസ്റ്റ് വീട്ടിൽ ചെന്നേക്കുന്നു 3 ദിവസം കഴിഞ്ഞിട്ട് ബാലയുടെ വീട്ടിൽ പോയി ചോദിച്ചു തോക്കുണ്ടെന്ന്. ആ സമയത്ത് 2 പേര് ബാലയുടെ വീടിന്റെ മണ്ടക്കിരിക്കും. ഞങ്ങൾ അകത്തെല്ലാം പരിശോധിച്ചു, അവിടെ തോക്കില്ലെന്നാ പോലീസുകാരൻ വന്ന് മീഡിയയോട് പറയുന്നത്. അവർ പരിശോധിച്ചിട്ടില്ല, അവരെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. ചായയൊക്കെ കുടിച്ചോ എന്ന് എനിക്കറിയത്തില്ല, ചായ കുടിച്ചില്ലെന്ന് അവർക്കറിയത്തില്ല. അവർ മുകളിലോട്ടൊന്നും ചെന്നിട്ടില്ല, പല മുറികളും കയറി നോക്കിയിട്ടുമില്ല. ആ മുറികളിൽ വേറെ ആളുകൾ ഉണ്ടായിരുന്നത് അവർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇനി അവര് അതുപോലെ കുളിച്ചിരുന്നോന്ന് അറിയത്തില്ല. തോക്കിനേക്കാളും തോക്ക് തപ്പിയാ കിട്ടത്തില്ല, വിഷമുണ്ടല്ലോ, ആളെ തപ്പിയാ അതിലും കിട്ടത്തില്ല. അങ്ങനെ അപ്പൊ എങ്ങനെ തോക്ക് കിട്ടുന്നത്? ആൾക്കാരൊക്കെ ആ മുറികളിൽ ഇങ്ങനെ പാത്തിരിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹണി റോസിന് നല്ല സൂപ്പർ ആയിട്ടുണ്ട്, പോലീസുകാരൊക്കെ നല്ലപോലെ സഹകരിച്ചിട്ടുണ്ട്. അത് ഭയങ്കര സഹകരണം, സിനിമാക്കാരോട് കൂടുതൽ സഹകരിക്കുന്നുണ്ട്. പിന്നെ വേറെന്താ പറയാനുള്ളത്? ഇത് ആദ്യമായിട്ടാണ് സംഭവം. ഇനി നടക്കുന്നത് ഇതുപോലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓർക്കും ഇത് കഴിഞ്ഞെന്ന്. അന്ന് പാർവതിയുടെ കേസ് വന്നപ്പോൾ ഏതൊരു പയ്യനെ പൊക്കി എടുത്തോണ്ട് ഭയങ്കര സീനാണ്. അന്ന് ഓർത്തോ ഇതിപ്പോ കഴിയും, സൈബർ ബുള്ളിങ് അവസാനിച്ചു. ഇത് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതുങ്ങളെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ വാർത്താ ചാനലിനകത്താണ് ഏറ്റവും കൂടുതൽ തെറി വരുന്നത്. ആ ചാനലുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറി പഠിക്കുന്നത്. ഇത് അംഗീകരിക്കും ആരെങ്കിലും? അല്ല ഇത് പോലീസ് സ്വമേധ കേസെടുക്കും? ഈ വാർത്താ ചാനൽ, അതായത് ഏത് കുട്ടിയും നോക്കേണ്ട ഒരു കാര്യമാണ് വാർത്തകൾ. ഈ നാട്ടിൽ നടക്കുന്ന വാർത്തകൾ അവരറിയണോ? അവരെ വാർത്ത വെച്ച് കാണിക്കും. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ വാർത്താ ചാനൽ എന്ന് പറയുന്ന സാധനത്തിന് ഏത് കൊച്ചിനും കയറി കാണാൻ പറ്റുന്നതിനാണ് ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. ഏതെങ്കിലും മൊബൈലിൽ കയറി ഇരുന്ന് നോക്കിയാൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് മൊത്തം കമന്റ്സ് വായിക്കാൻ പറ്റും. അതിനകത്താണ് ഏറ്റവും കൂടുതൽ തെറിയും കച്ചറത്തരവും ഈ കുത്തിത്തിരിപ്പും പന്ന വർത്താനം എല്ലാം ഉള്ളത്. അല്ലാതെ ഇവിടെ ബ്ലോഗർമാർക്കൊന്നും അത്രയും പറയാനൊന്നും പറ്റത്തില്ല. അതിന് വാർത്താ ചാനലുകൾ ഇത്തരം കമന്റുകൾ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല. അവരത് അവിടെ തന്നെ ഇട്ടേക്കുവോ. അത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവർ പിന്നെ റെസ്പോൺസിബിലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ തൊഴിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. മാധ്യമ അധർമ്മം, അമേധ്യമ പ്രവർത്തനം, ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് സ്വാഭാവികം. ഇതൊക്കെ ഉള്ളൂ, മനസ്സിലായില്ലേ? കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുകയും കള്ളത്തരം പറഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്ന നാറികളോടൊക്കെ ഈ എന്ത് പറയാൻ. അപ്പൊ അതിനിടയിൽ ഈ പറഞ്ഞ പോലെ സംഭവങ്ങൾ ഞാൻ നോക്കിയിട്ട് ഇതൊരു സിവിയർ കേസും അല്ല കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവഗണിക്കേണ്ട സാധനത്തിനെ ഭയങ്കരമായി പരിഗണിച്ച പോലെ തോന്നുള്ളൂ. കാരണം അതിനേക്കാൾ സിവിയർ ആയിട്ടും സീരിയസ് ആയിട്ട് എടുക്കേണ്ട പല സാധനങ്ങൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. വേണേ എല്ലാ ദിവസവും നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ റോഡിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രൈംസ്, ഈ നാട്ടിൽ നടക്കുന്ന ക്രൈം ആക്ടിവിറ്റീസ്, ഫ്രോഡ് ആക്ടിവിറ്റീസ്, എന്തിനധികം ബലാത്സംഗവും പീഡനവും നടന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചു കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, ഇതിനിടെ മൃഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ എന്തോ പറഞ്ഞു എന്തോ കേട്ടു എന്ന് പറയുന്നത് അതിനകത്ത് അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. അതൊരു തലമേ വേറെയാണ്. ഫിസിക്കലി നേരിട്ട് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാൽ ഫിസിക്കലി നടക്കുന്നിടത്ത് 2 ലക്ഷത്തിന് മേളിൽ ക്രൈംസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോലീസിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇതിന്റെ സിവിയറിറ്റി എന്തോരുണ്ടെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യം അത്ര സിവിയർ അല്ല ഈ നാട്ടിലെ ക്രൈംസ് വെച്ച് നോക്കിയാൽ. അപ്പൊ അതിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബോച്ചയൊക്കെ ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് മുമ്പ് ഒരു പീഡന കേസിലെ പ്രതിയെ കാണാനില്ലെന്ന് ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ അടിച്ചു വിടുന്നതാണ്. അതിനെ കവർ ചെയ്യാനായിരിക്കും ബോച്ചയൊക്കെ എന്തോ ആണോ, അല്ലെങ്കിൽ അയാൾക്ക് ലുക്കൌട്ട് നോട്ടീസ് ഇടേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എന്തോ മറ്റേന്ന് ഇങ്ങനത്തെ കേസും അല്ലാന്ന്. ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു സിദ്ദിഖിന്റെ കേസിൽ. അത് ഒരു പ്രാവശ്യം ആ കൊച്ച് മീറ്റ് അടിച്ചു വെച്ചു, പരാതി കൊടുത്തു വെച്ചു. എവിടെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവള് വലിയൊരു നടിയാവാഞ്ഞതുകൊണ്ടായിരിക്കാം അല്ലേ. എന്താണെങ്കിലും കൊള്ളാം. ഈ പറഞ്ഞ ഹണി റോസ് ആയാലും ചെയ്ത് നന്നായി. ഇതുപോലെ ഒരുപാട് പേര് ചെയ്യുമായിരിക്കും. ഇനിയിപ്പോൾ കുറെ കള്ളത്തിനെ കൊണ്ടും വരും. അതാ വേറെ രസം. ഇനി പുറകെ പറയാൻ എനിക്ക് അങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് കേട്ടില്ല. ഇതിന്റെ വില കളയുമെന്ന് ഇവരെല്ലാം കൂടെ നോക്കിക്കോണേ. അടുത്ത് തന്നെ ഇതിന് പോലീസുകാർക്ക് മടുക്കും. അവർക്കങ്ങ് വെറുത്തു പോകും ഇത്തിരി കംപ്ലൈൻസ് കേട്ട്. കാരണം ഉള്ളതില്ലാത്ത എല്ലാം ചാടി വരും. ഇപ്പൊ അവിടെ നിന്നൊക്കെ ഈ ഗ്യാപ്പിലെ ഒരു ഇത് കിട്ടുമല്ലോ, വൈറലാവുമല്ലോ എന്ന് കരുതി കണ്ണോണം പുറകെ വരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നവർ പലരും വരും. അതുകൊണ്ടോ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴാ തോന്നിയെന്ന് പറയാൻ. അതിന് മുമ്പ് ഒന്നും തോന്നത്തില്ല. ഒന്ന് ഇറങ്ങി ഒന്ന് ഹിറ്റായി കഴിഞ്ഞാൽ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവര് വേറെ ഉദ്ദേശത്തിൽ വരുന്നതായിരിക്കും. അല്ല അവരുടെ ഉദ്ദേശം കറക്റ്റ് പറഞ്ഞ ഇതായിരിക്കത്തില്ല. പിന്നെ ചിലർക്ക് ശരിയാ പറയാൻ പറ്റാതെ ഒരു ഇപ്പൊ കയറി പറഞ്ഞു വരാം. പക്ഷെ എന്നാലും അതിനിടയിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന്. ഇവരൊക്കെ ഒരു പ്രത്യേക സമയം നോക്കി അവരുടെ സൗകര്യം നോക്കിയൊക്കെ അവര് ബുദ്ധിമുട്ട് അറിയിക്കുന്നത്. അത് ഭയങ്കര സംഭവം തന്നെ. ഈ നാട്ടിലെ ഉള്ളതേ ഉള്ളൂ ഇതുപോലത്തെ പരിപാടി.